ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ചില വിഷയങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിച്ച് വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കാണിച്ച എല്ലാ സപ്പോർട്ടിനും നന്ദി പറയുന്നു. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും കൂടെ ചെയ്യുവാൻ ലഭിക്കുന്ന നല്ല സന്ദർഭമാണ് ഈ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗവാക്ക് നിങ്ങളുമായി തീരും എന്നുള്ളതിന് സംശയമില്ല. ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയം വിധിക്കരുത് എന്നുള്ളതായ ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ്. ഇതൊന്നും ഞാൻ പറയേണ്ടതായതോ പറയണമെന്ന് വിചാരിക്കുന്നതോ ചിന്തിക്കുന്നതോ ആയ വിഷയങ്ങളല്ല. കാരണം ആത്മീയ ഗോളത്തിലും ഒരു പാർട്ടിഷൻ ഉണ്ടാക്കുന്നതുമായ വിഷയങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ അരുത്, നാം പരസ്പരം ക്ഷമിച്ചും പൊറുത്തും സ്നേഹിച്ചും പോകേണ്ടവരാണെന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഇത് നിങ്ങളോട് ആലോചന പറയുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നിങ്ങൾ വിധിക്കരുത്, എന്നാൽ നിങ്ങളും വിധിക്കപ്പെടുകയില്ലെന്ന് അവിടുന്ന് കൽപ്പിക്കുവാനിടയായിത്തീർന്നു. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങൾക്കും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. ഇത് ദൈവത്തിൻ്റെ ഒരു പ്രമാണമാണ്. വിധി ദൈവം താൻ തന്നെ ചെയ്യുവാനിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ. എൻ്റെ നാവിന്മേൽ അവിടുത്തെ സാന്നിധ്യം പകരണമേ. ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. അടിയൻ പ്രത്യേകമായി ആ പാദപീഠത്തിൽ താണു വരുന്നു. യേശുനാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. മുമ്പൊക്കെ മറ്റ് പുറത്തു നിന്നുള്ളവരാണ് സഭയെ വിമർശിക്കുകയും പഴിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് സ്ഥിതി മാറി പ്രസിദ്ധരാകുവാനോ അല്ലെങ്കിൽ ഒരു ആളുകൾ ഒന്ന് കൈയടിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടോ ഇന്ന് ക്രിസ്ത്യാനികൾ തന്നെ ക്രിസ്ത്യാനികളെ പഴിക്കുകയും ദൂഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. എന്നാൽ ദൈവവചനത്തിന് വിരുദ്ധമായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഒരിക്കൽ കൂടെ ഞാനൊരു കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ അങ്ങനെ പറയുവാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞു. ആരും കേട്ട ലക്ഷണം കാണുന്നില്ല. ഇപ്പോൾ ഏറ്റവും പ്രധാനമായ ചില കാര്യങ്ങളെ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ പറയുന്നത്, TAPM-നെ വിമർശിച്ചുകൊണ്ട് കാൽവിൻ എന്ന് പറയുന്ന ഒരു കർത്തൃദാസൻ മുന്നോട്ട് വന്നു. അദ്ദേഹം രൂക്ഷമായി TPM-നെ വിമർശിക്കുന്നു. പാസ്റ്റർ കാൽവിന് ചെയ്യാൻ കഴിയാത്ത എത്രയോ വലിയ കാര്യങ്ങളാണ് TPM ചർച്ചിലൂടെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിശ്ചയമായും അങ്ങനെ ചെയ്യുവാനിട വരികയില്ലായിരുന്നു എന്നാണ് എൻ്റെ ചിന്ത.
ഹാൾവിൻ പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ദൈവം കൊടുത്ത കൃപയ്ക്കൊത്തവണ്ണം ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു. TPM ചർച്ചുകാരിന്ന് ലോകം മുഴുവനും നിറഞ്ഞതായ ഒരു സംഘടനയായി രൂപാന്തരപ്പെട്ട് അവർ മൗനമായിട്ട് പ്രാർത്ഥിച്ചും ദൈവത്തെ സ്തുതിച്ചും ആരാധിച്ചും കൊണ്ടുപോകുന്നതായ ഒരു പ്രത്യേക ഗ്രൂപ്പായി നിലനിൽക്കുന്നു. അതുതന്നെ 1911 ഒക്കെ ഇന്ത്യയിൽ പെന്തക്കോസ്തിൻ്റെ പ്രസ്ഥാനം രൂപം കൊണ്ടുവരുമ്പോൾ കുക്ക് സാഹിബാണ് അതിൻ്റെ പ്രചാരകനായിട്ട് ഇന്ത്യയിൽ വരുവാനിടയായിത്തീർന്നത്. അങ്ങനെ ഞാൻ ചുരുക്കത്തിൽ പറയുന്നു, 1911 ആയപ്പോൾ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പ്രവർത്തനം അദ്ദേഹം മുഖാന്തരം ആരംഭിച്ചു. കുറച്ച് കാലം പ്രവർത്തിച്ച് ഏകദേശം 1920 ആയപ്പോൾ അദ്ദേഹം അസംബ്ലീസ് ഓഫ് ഗോഡുമായിട്ടുള്ള തെറ്റിപ്പിരിഞ്ഞെന്ന് പറയാം. അങ്ങനെ IPCക്ക് രൂപം കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. 1920 ആയപ്പോൾ IPC കേരളത്തിലും രൂപം കൊള്ളുവാൻ ഇടയായിത്തീർന്നു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ 1925 ആയപ്പോൾ ചർച്ച് ഓഫ് ഗോഡിന് രൂപം കൊടുക്കുവാനിടയായിത്തീർന്നു. തുടർന്ന് ഇന്ത്യയിൽ കേരളത്തിൽ ഇന്ന് കാണുന്നതായ വിവിധ സഭാതലങ്ങൾ, ഷാരോൻ തുടങ്ങിയതായ സഭകൾ ഉടലെടുക്കുവാനിടയായി. 1930 ആയപ്പോൾ കുക്ക് സാഹിബ് തന്നെ സിലോണിലേക്ക് പോവുകയും അവിടെ ചെന്ന് അവിടുത്തെ ആളുകളുമായിട്ട് ഇടപെട്ട് അവിടെ ഒരു ദൈവദാസനിലൂടെ, അദ്ദേഹം ഒരു ഹൈന്ദവനായിരുന്നു, രാമസ്വാമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം പോൾ എന്നുള്ള പേര് സ്വീകരിച്ച് അവിടെ സിലോൺ പെന്തക്കോസ്ത് പ്രസ്ഥാനം രൂപമെടുക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ ഒരു ലീഡിങ് സഭയ്ക്ക് അത് ഒരു ലീഡിങ് സഭയായി രൂപാന്തരപ്പെട്ടു. സകലതും ത്യജിച്ചിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണമെന്നുള്ളതായ ആഗ്രഹമാണ് അവർക്കുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരവരുടേതായ ശുശ്രൂഷ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ഓരോരുത്തരെ ദൈവവേലയ്ക്ക് അവരവർക്ക് ദൈവം കൊടുത്ത ദർശനപ്രകാരം പണികൾ ചെയ്യുമ്പോൾ അതിൻ്റെ പുറകെ നിന്ന് തൊഴുത്തിൽ കുത്തുക എന്ന് പറയുന്നത് നിർഭാഗ്യകരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സജിത്ത് ജോസഫ് കണ്ണൂരിനെ എനിക്ക് കുറേ പരിചയമുണ്ട്. അദ്ദേഹം ചാടി നിൽക്കുന്ന ഒരു മനുഷ്യനായിരിക്കട്ടെ. എനിക്ക് അദ്ദേഹത്തെ തുടക്കത്തിൽ ആദ്യ സമയങ്ങളിൽ അദ്ദേഹം ജാതീയമായ അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് വേർപെട്ടു വന്നപ്പോൾ ഞാൻ കൂടി വരുന്ന സഭയിൽ ആദ്യമായി വന്ന് പ്രസംഗിച്ചു. അദ്ദേഹത്തിൻ്റെ സഹോദരനും എനിക്ക് അതുമുതൽ അവരെ വീക്ഷിച്ചു വരികയാണ്. സജിത്തിന് പ്രാർത്ഥനയിലൊക്കെ ചില കൃപാവരങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങനെ പ്രവർത്തിച്ച് മുന്നേറി വന്നു. ഇപ്പോൾ അദ്ദേഹം പരുന്തുപാറയിൽ ചെന്ന് കുറച്ച് സ്ഥലം വാങ്ങി. അദ്ദേഹത്തിൻ്റെ അറിവിലും വിശ്വാസത്തിനും സംബന്ധിച്ചിടത്തോളം അത് ഗവൺമെൻറ് ഭൂമിയല്ലെന്നും അത് വ്യക്തികൾ വച്ചിരുന്നതായ വർഷങ്ങൾക്ക് മുമ്പ് പട്ടയമുള്ള ഭൂമിയാണെന്നുമാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അത് ഗവൺമെൻറ്റുമായി തീരേണ്ട കാര്യമാണ്. എന്നാലും നമ്മൾ അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തുകയാണ്. കർത്താവ് പറഞ്ഞതുപോലെ കണ്ണിൽ കോലിരിക്കുമ്പോൾ
മറ്റൊരുത്തന് കരടിരിക്കുന്നതിനെയും നോക്കി നടക്കുന്നവരെ പോലെയാണ്. സജിത്ത് അത്രയെങ്കിലും ചെയ്തു. ഏത് ഡിനോമിനേഷനുമായിട്ട് കൂടി നിന്നാലും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കർത്താവ് പറഞ്ഞ് നിങ്ങൾക്ക് എതിരില്ലാത്തവർ അനുകൂലമാണ്. കർത്താവിന് അങ്ങനെയാണ് പറയാൻ തോന്നിയതെങ്കിൽ ഇവിടെ പാസ്റ്റർമാർ തമ്മിൽ ഇങ്ങനെയുള്ളതായ തമ്മിൽ തർക്കവും പ്രയാസങ്ങളും ദയനീയമാണ് എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ഇതിനു മുമ്പ് എൻ്റെ അറിവിൽ ടോം എന്ന് പറയുന്ന ഒരാൾ ഒരു കുരിശ് സ്ഥാപിച്ചു. അതിനെയും പെന്തക്കോസ്തുകാരും മറ്റുമൊക്കെ എതിർത്തു. എന്നാൽ അദ്ദേഹം അതിപ്പോൾ എന്തായെന്ന് അറിയാൻ വയ്യ. ഈ രാജ്യത്ത് അനേക പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഏത് മതത്തിൻ്റേതായാലും പിന്നെ അതേപോലെ പാർട്ടികളായാലും അവർക്കെല്ലാം വസ്തുക്കളും ഭൂമികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ക്രിസ്ത്യാനികൾ ചെയ്യുന്നതെല്ലാം തെറ്റും. അത് ഇവിടെ നോക്കാൻ ഭൂമി നോക്കാനായിട്ട് ഇവിടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. അവരത് ചെയ്തുകൊള്ളുമല്ലോ. ഇപ്പോൾ കെ പി യോഗന്നാൻ ഇവിടെ കേരളത്തിൽ സുവിശേഷീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയിൽ സുവിശേഷീകരണത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ അദ്ദേഹത്തിന് കിട്ടിയതെല്ലാം ഇവിടെ ചെലവഴിക്കുവാണ്ടായിത്തീരുന്നു. അദ്ദേഹം ശബരിമലയ്ക്കടുത്ത് ഒരു എസ്റ്റേറ്റ് വാങ്ങി. ഉടനെ നമ്മൾ തന്നെയാണ് അദ്ദേഹത്തെ എതിർക്കാനായിട്ട് അവിടെ മാനസികമായിട്ടെങ്കിലും എതിർക്കുവാനായിട്ട് തുടങ്ങിയത്. അദ്ദേഹം ലക്ഷക്കണക്കിന് ആളുകൾക്ക് മാസം തോറും സാമ്പത്തിക സഹായം കൊടുത്തതിനെ അങ്ങ് മറന്നു. അദ്ദേഹത്തിൻ്റെ തിന്മയായ വശങ്ങൾ മാത്രം ചിന്തിക്കുവാൻ തുടങ്ങുന്നത് കഷ്ടവും ദയനീയവുമാണെന്ന് ഞാൻ വിമർശകരോട് പറയുന്നു. നമ്മുടെ PG വർഗീസ് അങ്കിളിനെ പോലെയുള്ളവരെ ഇതെല്ലാം വിട്ടിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രം നോക്കുന്നത് എത്ര ഭംഗിയായിട്ടാണ് ചെയ്യുന്നത് എന്ന് നോക്കുക. മറ്റുള്ളവർ വിമർശിച്ചുകൊണ്ട് നടക്കുന്നതിനേക്കാൾ എത്രയോ നല്ല സാക്ഷ്യമാണ് അദ്ദേഹത്തിനുള്ളത്. ഹല്ലേലൂയ സാങ്കുട്ടി എന്ന് പറയുന്ന ഒരു കർത്തൃദാസനുണ്ട്. അദ്ദേഹത്തിനാണെങ്കിൽ പിന്നെ ഡിനോമിനേഷന് മറ്റേ ഒന്നുമില്ല. എവിടെയെങ്കിലും തെറ്റുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ അദ്ദേഹം അതിനെ വിമർശിക്കുകയും പറയുകയൊക്കെ ചെയ്യാറുണ്ട്. ഒരു പരിധി വരെ അങ്ങനെ ചെയ്യുന്നു അദ്ദേഹം. മുമ്പ് മുതലേ അദ്ദേഹത്തിൻ്റെ ഒരു രീതി. അപ്പോൾ അതും ഞാൻ പറയുന്നത് മതിയാക്കുക. അദ്ദേഹത്തിന് നന്മ ചെയ്യാൻ കഴിഞ്ഞാൽ നന്മ ചെയ്യുക. ആരെങ്കിലും തിന്മ ചെയ്യുന്നു അതിനെ പ്രോത്സാഹിപ്പിക്കുക. അത് പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും അതിനെ പൊക്കിക്കാണിക്കുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായവും. അതുപോലെ ഷിബു PDAക്കൽ എന്ന് പറയുന്ന ഒരു കർത്താവിൻ്റെ ദാസനെ അടുത്ത കാലങ്ങളിൽ ഈ യൂട്യൂബിലൂടെയൊക്കെ പരിചയപ്പെടുവാനിടയായിട്ട് അദ്ദേഹത്തിൻ്റെ സഹതാപമല്ലാതെ മറ്റൊന്നും തോന്നുന്നില്ല. എന്ത് പറയുന്നു എന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. അദ്ദേഹം എന്ത് പഠിപ്പിക്കുന്നു എന്നും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. അദ്ദേഹം എന്ത് പഠിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു വിഷയമാണ്. നിങ്ങളത് മുഴുവനും കേട്ടു നോക്കണം. ഈ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയാൽ അതൊരു എപ്പിസോഡായിട്ട് ഉണ്ടാക്കുക, മറ്റുള്ള ആളുകളെ അത് കേൾപ്പിക്കുക. അതിൻ്റെ പുറകെ പോകാൻ കുറച്ച് ആളുകൾ അദ്ദേഹത്തിനുണ്ടെന്നുള്ളത് കൊണ്ട് കുറച്ചാളുകൾ അതെല്ലാ സമൂഹത്തും എപ്പോഴും ഉണ്ടാകുന്നത് സ്വാഭാവികം മാത്രമാണ്. അത് അദ്ദേഹത്തിൻ്റെ വിമർശകൻ എന്നുള്ളതായ നിലയിൽ ഇദ്ദേഹത്തെ എനിക്ക് വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനതിൽ തുനിയൊന്നുമില്ല. പക്ഷേ ഇവരിത് മതിയാക്കുക എന്ന് പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സങ്കടം. ഇതിനെല്ലാം ന്യായവിധിയുടെ സമയമുണ്ട്. അതിന് കർത്താവ് പറഞ്ഞത് കൊയ്ത്തോളം വളരട്ടെ, അന്ന് ഞാനത് നോക്കിക്കൊള്ളാം എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ നമുക്കതിനപ്പുറത്തൊന്നും ചെയ്യാനില്ല.
നല്ല കതിരിനോടുകൂടെ കളയും വളർന്നപ്പോൾ ശിഷ്യന്മാർക്ക് സങ്കടം തോന്നി. അത് പറിച്ചു കളയട്ടെ എന്നുള്ളതായ കാര്യം ചോദിക്കുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞത് അത് വളരട്ടെ, അതിന് സമയമുണ്ട്, അവരൊക്കെ അതും വളരട്ടെ, ഞാൻ സമയമാകുമ്പോൾ അതിന് പറിച്ചെടുത്ത് തീയിലിട്ട് ചുടാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മുടെ മുമ്പേ നിൽക്കുന്ന യേശു, ഈ പറയുന്ന എല്ലാവരും യേശുവിനെ തന്നെയാണ് ഉയർത്തിക്കാട്ടുന്നത്, കാട്ടാൻ ശ്രമിക്കുന്നത്. CPM ചർച്ചായാലും ഹാൽവിനായാലും സജ്ജത്ത് കണ്ണൂരായാലും ടോമി ആയാലും KP യോഹന്നാനായാലും അല്ലേലിയ മാസികയിലെ സാങ്കുട്ടി സാറായാലും ഷീബു PDAക്കലായാലും ഇവരെല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അത് നല്ലത് തന്നെയാണ്, യേശുക്രിസ്തുവിനെ ഉയർത്തിക്കാട്ടട്ടെ. പിന്നെ അതിനെ കൂടെ ഒരു തൊഴുത്തിൽ കുത്ത് നടത്തുന്ന കാര്യം മതിയാക്കണം. ഗോസ്പൽ TV എന്ന് പറഞ്ഞിപ്പോൾ ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം എവിടെയൊക്കെ ചാടി നിന്നതിന് ശേഷം ഇപ്പോൾ സ്വതന്ത്രനായിട്ട് തോന്നിയത് പറയുകയും പഠിക്കുകയും ചെയ്ത് ചിലപ്പോൾ യൂട്യൂബിലൂടെ പ്രസിദ്ധനാകാമെന്ന് ചിന്തിച്ചായിരിക്കാം അദ്ദേഹം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഓരോ ചർച്ചുകളിലും പാസ്റ്റർമാരിലും കാണുന്നതായ തെറ്റുകളും കുറ്റങ്ങളും നോക്കി നടക്കുക. ഇവിടെ വെള്ളടൊരുത്തൻ ഒരു കള്ളൻ അന്യഭാഷ പറഞ്ഞു, അതിനെ പൊക്കി കൊണ്ട് നടക്കുകയാണ് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ചില ആളുകൾ. ഇനി സമൂഹ മധ്യത്തിൽ I2I ചാനൽ പോലുള്ളതായ ആളുകൾ ഇതിനെ നോക്കി നടക്കുകയാണ്. ഏതെങ്കിലും ഒരു പാസ്റ്റർ എവിടെയെങ്കിലും കാല് തെറ്റുന്നുണ്ടോ, കൈ തെറ്റുന്നുണ്ടോ, വാക്ക് തെറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞ് അദ്ദേഹം അതിൻ്റെ ക്ലിപ്പ് സഹിതം കൊണ്ടുവന്ന് പൊതുജനങ്ങളെ ഒന്നുകൂടെ അറിയിക്കുന്ന ഒരു, നല്ലതൊന്നും അറിയിക്കുന്ന പ്രവണതയല്ല, ചീത്ത കാര്യങ്ങൾ മാത്രം, തെറ്റെന്ന് അദ്ദേഹത്തിന് തോന്നുന്നത്, അദ്ദേഹത്തിന് തെറ്റെന്ന് തോന്നുന്നത് മാത്രം കാണിച്ച് ആളുകളെ ഇതാണ് ഈ പെന്തക്കോസ്ത് പ്രസ്ഥാനം എന്ന് കാണിക്കുന്ന വിഷയം. ഇനി ജോളീസ് എന്ന് പറഞ്ഞ ഒരു സഹോദരിയുണ്ട്, വളരെ വിചിത്രമാണത്. അവരുടെ കാര്യവും ബഹുവിശേഷം തന്നെയാണ്. നിങ്ങൾ കണ്ടു നോക്കിയാൽ അറിയാം. അസംബ്ലിക്കാരും ചർച്ചക്കാരും മറ്റ് പെന്തക്കോസ്തുകാരും, അതായത് IPC അല്ലാത്ത എല്ലാവരും കാണിക്കുന്നതെല്ലാം ചെയ്യുന്നതെല്ലാം ശരി അവർക്ക്. അങ്ങനെ ഒരു സഹോദരി ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യം ചിലപ്പോൾ പ്രസിദ്ധരായിത്തീരുക എന്നുള്ളത് ആയിരിക്കാം. അതിങ്ങനെ പ്രസിദ്ധരാകുന്നത് പ്രസിദ്ധിയിലേക്ക് വരികയുമില്ല. ഒരു കാലം വരെ ഇതെല്ലാം ആളുകൾ കാണുകയും കേൾക്കുകയും സപ്പോർട്ട് ചെയ്യുകയോ വിമർശിക്കുകയോ ഒക്കെ ചെയ്യും. അതോടുകൂടെ കാലം കഴിഞ്ഞു പോവുകയും ചെയ്യും. പക്ഷേ സുവിശേഷം എന്ന് നിലനിൽക്കുന്നു, കർത്താവിൻ്റെ വചനങ്ങൾ നിലനിൽക്കുന്നു. കർത്താവ് പറഞ്ഞതിനപ്പുറത്ത് എടുത്തു ചാടുന്ന ഏതൊരാളും, ഇവിടെ 100,000 എന്ന് പറയേണ്ടിയിരിക്കുന്നു സംഘടനകളുണ്ട്. ആ സംഘടനകൾക്കെല്ലാം ഓരോ നിലയിൽ എല്ലാവരുടെയും ചിന്ത യേശുവിനെ ഉയർത്തിക്കാട്ടുക എന്നുള്ളത് തന്നെ. പക്ഷേ മറ്റുള്ളവർ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ അദ്ദേഹം ചെയ്യുന്നത് മാത്രം ശരിയും മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം തെറ്റുമായിട്ട് കണക്കാക്കിക്കൊണ്ട് സംസാരിക്കുന്ന, അതിനെ ജാതികളുടെ ഇടയിൽ സ്വന്തം പല്ല് കിണ്ടി നേറ്റിക്കുക എന്നുള്ള ഒരു പഴമൊഴിയുണ്ട്. അതുപോലെ ചെയ്യുന്ന ഒരു അനുഭവം കണ്ടുവരുന്നു. ഇത് നിശ്ചയമായും ആത്മീയ കോളത്തിൽ എല്ലാവരും അതിനെ വെടിയുക തന്നെ വേണം.
ചിലർക്ക് ആർസിക്കാരെ കുറ്റം പറയുക, ചിലർക്ക് പെന്തക്കോസുകാരെ കുറ്റം പറയുക, പിന്നെ പ്രൊട്ടസ്റ്റാൻറ്റുകാരെ, ഇങ്ങനെ പോകുന്നു. അവരുൾപ്പെടുത്തി നിൽക്കാത്ത ഒന്നും ശരിയല്ല, അവരുൾപ്പെട്ടു നിൽക്കുന്നത് എല്ലാം ശരി. ഈ ചിന്താഗതി തന്നെ മാറ്റിയെടുക്കേണ്ടതായിരിക്കുന്നു. നാം ഓരോരുത്തരും മാറ്റിയേ തീരൂ, അല്ലെങ്കിൽ അത് നമ്മളെ മാറ്റും. അല്ലെങ്കിൽ ഒരു ദിവസം ന്യായം വിധിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ എങ്ങനെയായിരിക്കും അറിഞ്ഞൂടാത്ത കാര്യം ഞാൻ പറയുന്നുമില്ല. ഈ കത്തോലിക്കരെ നഖശികാന്തം എതിർക്കുന്നവരും വിമർശിക്കുന്നവരും, ഇത് നിങ്ങളുടെ ജോലിയല്ല. ഇത് വിമർശിക്കുന്നതും മറ്റുമൊക്കെ അത് ദൈവത്തിൻ്റെ പരിപാടിയും പദ്ധതിയിലും പെട്ടതായതുകൊണ്ട് നമ്മൾ ദൈവത്തിനങ്ങ് വിട്ടുകൊടുക്കുക. കർത്താവിന് അറിയാത്ത ഒരു കാര്യം നമ്മളറിയാമെന്ന് പറഞ്ഞ് എടുത്ത് ചാടി കാര്യങ്ങൾ ചെയ്യേണ്ടതായ ആവശ്യം തീരെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം പിന്നെയും അത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഞാൻ പറയുന്നത്. നമുക്ക് പ്രതികൂലമല്ലാത്തവനെ നമ്മൾ വിമർശിച്ചിട്ടും പറഞ്ഞിട്ടും കാര്യമൊന്നും ഇല്ല. അതുപോലെ തന്നെ കൊയ്ത്തോളം വളരട്ടെ എന്നുള്ളതായ ദൈവത്തിൻ്റെ വചനം, ഇതിൽ ന്യായവിധി ഉണ്ടെന്നും അത് കർത്താവാണെന്നും തന്നെ കർത്താവ് പറയുവാനിടയായിത്തീർന്നു. ഈ പറയുന്ന സംഘടനക്കാരും പറയുന്ന വിമർശകരും അവരാൽ കഴിയുന്നിടത്തോളം കർത്താവിൻ്റെ നാമത്തെ ഉയർത്തിക്കാട്ടുവാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് ഇതിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഇവർ വിമർശിച്ചാലും അവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ എങ്ങനെ ഉയർത്താമോ ആ നിലയിൽ ഉയർത്തിക്കാട്ടുവാൻ അവർ ശ്രമിക്കുന്നുമുണ്ട്. അവർ കർത്താവിൻ്റെ നാമത്തെ എങ്ങനെ ഉയർത്തിക്കാട്ടാമോ അത് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവർ ചെയ്യുന്നത് പോലെ മറ്റുള്ളവർ ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതിയായിരിക്കാം ഇതിന് കാരണം എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മളൊന്നാണ്. അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കൊടുക്കുന്ന ദൈവമുണ്ട്, ആ കർത്താവ് നോക്കിക്കൊള്ളും എന്ന് നമ്മളും വിശ്വസിച്ചാൽ ഈ വിമർശനങ്ങളും മറ്റുമൊക്കെ തള്ളിപ്പോവുക തന്നെ ചെയ്യും. ഇപ്പോൾ ഷമീർ എന്ന് പറയുന്ന കൊല്ലം അദ്ദേഹത്തിൻ്റെ മുൻപത്തെ പ്രസംഗങ്ങളൊക്കെ കേട്ടാൽ ആളുകളുടെ പേരെടുത്ത് പറഞ്ഞാണ് അദ്ദേഹം വിമർശിക്കുന്നത്. ചിലപ്പോൾ പ്രസംഗ പീഠത്തിൽ തന്നെ ഞാനത് കേട്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഉള്ളതോ ഇല്ലാത്തതോ ആയ പ്രശ്നം വന്നപ്പോൾ മറ്റുള്ളവരും ചിലരൊക്കെ വിമർശിച്ചു, ചിലരെ സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ കേസൊക്കെ വെറുതെ പോവുകയും ചെയ്തു. അപ്പോൾ അളക്കുന്ന അളവിനാണ് അളന്നും കിട്ടും. നമ്മൾ അതുകൊണ്ട് ആ ജോലി നമുക്ക് വിട്ടിട്ട് ക്രിസ്തുവിൻ്റെ സുവിശേഷം, ക്രിസ്തു ആരാണ് എന്നുള്ള സുവിശേഷം പറയുവാൻ എല്ലാവരും തയ്യാറായാൽ അത് യേശുക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുവാൻ ഇടയായിത്തീരും. ഈ യൂട്യൂബൊക്കെ തുറന്ന് നോക്കിയാൽ ഇപ്പോൾ ലജ്ജ തോന്നാറില്ലേ പാസ്റ്റർമാരെ? ലജ്ജ തോന്നാറില്ലേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ? ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ചെയ്യണം, വിമർശിക്കണമെന്നുണ്ടെങ്കിൽ വ്യക്തിപരമായി ചെന്ന് കണ്ട് പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞുകൂടെ? മലർന്നു കിടന്ന് തുപ്പുന്നത് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത് അവൻ്റെ ദേഹത്ത് തന്നെ ആ തുപ്പല് വന്ന് പതിക്കുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യാൻ പോവുകയില്ലായിരുന്നു. മേലാൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. മലയാളക്കരയിൽ ഈ പ്രവണത ദൈവദാസന്മാരെ
ക്രൂശിക്കാനായിട്ട് ശ്രമിക്കുന്ന പോലെ അവരെ ശ്രമിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. എനിക്ക് ദൈവം തന്നതായ ആലോചന നിങ്ങളെ അറിയിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വിമർശകരുടെയും ഈ പരിഹസിക്കുന്നവരുടെയും ഇടയിൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഭാഗം ഇപ്പോൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.